നമസ്കാരം. തീരുവയുടെ പേരിൽ US നടത്തുന്ന സമ്മർദ്ദതന്ത്രം വിജയം കാണില്ലെന്ന് റഷ്യ. തീരുവയുടെ പേരിൽ ഇന്ത്യയും ചൈനയും സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ വിജയം കാണില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. അത്തരം അന്ത്യശാസനങ്ങൾക്ക് ഇന്ത്യയോ ചൈനയോ വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ അമേരിക്ക ആവശ്യപ്പെട്ടാൽ അത് ഈ രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ അകറ്റത്തേയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയിലെ പ്രമുഖ ചാനലായ ചാനൽ 1 ടിവിയുടെ ദി ഗ്രേറ്റ് ഗെയിം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ സമ്മർദ്ദങ്ങൾ ഇന്ത്യയും ചൈനയും പുതിയ ഊർജ്ജ വിപണികളും പുതിയ സ്രോതസ്സുകളും കണ്ടെത്താൻ നിർബന്ധിതരാക്കുമെന്നും ഈ സമീപനത്തോട് ധാർമ്മികവും രാഷ്ട്രീയമായ എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയും ഇന്ത്യയും ഏറെ ചരിത്രമുള്ള നാഗരികതകളാണ്. അവരോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ തീരുവ ചുമത്തുമെന്ന് പറഞ്ഞാൽ അത് വില പോവില്ലെന്ന് ലാവ്റോവ് കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്താൻ ശ്രമിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുകയായിരുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ അമേരിക്കൻ നടപടി അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സംഭരണ നയം ദേശീയ താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കം ട്രംപ് ഭരണകൂടം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയെ റഷ്യ ഭയക്കുന്നില്ലെന്നും ലാവ്റോവ് പറഞ്ഞു. മുൻകാലങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങളിൽ എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ കാലയളവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ പ്രതിരോധങ്ങൾ അന്ന് ഏർപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് നയതന്ത്ര ശ്രമത്തിന് പകരമായി ഉപരോധങ്ങൾ ഉപയോഗിച്ചു. ഒരു വിട്ടുവീഴ്ചയ്ക്കും ശ്രമിച്ചില്ല എന്നും ലാവ്റോവ് പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകർക്കാനുള്ള ഏത് ശ്രമവും തോൽക്കുമെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും റഷ്യ വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത് ഊഷ്മളവും വളരുന്നതുമായ ബന്ധമാണെന്ന് വ്യക്തമാക്കിയ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സഹകരണം തുടരാനുള്ള ഇന്ത്യൻ നിലപാടിനെ സ്വാഗതം ചെയ്തിരുന്നു. സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും റഷ്യയുമായിട്ടുള്ള ബഹുമുഖ സഹകരണം തുടരാനും വികസിപ്പിക്കാനുമുള്ള പ്രതിബദ്ധത ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് സ്വാഗതാർഹമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ റഷ്യ ബന്ധം സ്ഥിരതയോടെയും ആത്മവിശ്വാസത്തോടെയും പുരോഗമിക്കുകയാണെന്നും ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ ആർടിക്ക് നൽകിയ മറുപടിയിൽ മന്ത്രാലയം വ്യക്തമാക്കി. പാശ്ചാത്യ ലോകത്തിന്റെ സമ്മർദ്ദത്തിനിടയിലും റഷ്യയുമായിട്ടുള്ള ബന്ധത്തോട് ഇന്ത്യയുടെ സമീപനം ദീർഘകാലമായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹൃദത്തിന്റെ ആത്മാവിനെയും പാരമ്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന മേഖലകളിലടക്കം സംയുക്ത പദ്ധതികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സിവിലിയൻ പ്രതിരോധ മേഖല, മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ, ആണവോർജ്ജം, റഷ്യൻ എണ്ണ പരിവേഷണ പദ്ധതികളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പേയ്മെന്റ് സംവിധാനങ്ങൾ, ദേശീയ കറൻസികളുടെ ഉപയോഗം വിപുലീകരിക്കൽ, ബദൽ ഗതാഗത, ചരക്ക് പാതകൾ സൃഷ്ടിക്കൽ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിലവിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും റഷ്യൻ മന്ത്രാലയം എടുത്തു പറഞ്ഞിരുന്നു. ഈ ശ്രമങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതാണ്. സവിശേഷ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കൊണ്ട് പൊടുന്നനെ രൂപപ്പെട്ടതല്ലെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അധിക തീരുവ ചുമത്തിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്ക് മേൽ US തീരുവയ്ക്ക് സമാനമായ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലായിരുന്നു റഷ്യ മുന്നറിയിപ്പ് നൽകിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാൻ US-ൽ നിന്നും മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദമേറിയിട്ടും അതിനെതിരെ ഉറപ്പോടെ നിലകൊള്ളുന്നതിലും ഭീഷണികൾക്ക് വഴങ്ങാതെ പ്രതിജ്ഞാബദ്ധമായി തുടരുന്നതിലും ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഈ സമീപനം ദീർഘകാലമായിട്ടുള്ള റഷ്യ ഇന്ത്യ സൗഹൃദത്തിന്റെ ചൈതന്യത്തിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണെന്നും അന്താരാഷ്ട്ര കാര്യങ്ങളിലെ തന്ത്രപരമായ സ്വയംഭരണാവകാശത്തെ ഇത് പ്രതിനിധീകരിക്കുന്നതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള പങ്കാളിത്തം പരമാധികാരത്തിന്റെ പരമമായ മൂല്യത്തിനും ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു.